ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുൽക്കിന്റെ ഏറ്റവും വലിയ രഹസ്യം ഇരിക്കുന്നത് ഒരു ആയത്തിലാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്തിൽ, ആദ്യ ഭാഗത്ത്. സൂറത്ത് യാസീന്റെ രഹസ്യം ഇരിക്കുന്നത് അതിന്റെ അവസാന ഭാഗത്താണ്. മഹാനായ ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ കുറിക്കുന്ന സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ ഈ വസ്തുത സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒന്നുകൂടി അത് വായിക്കാം. ഫസിറു ഹാദിഹി സൂറത്തി ഫി അവ്വലിഹ. സൂറത്തുൽ മുൽക്കിന്റെ രഹസ്യം ഇരിക്കുന്നത് അതിന്റെ ആദ്യ ഭാഗത്താണ്. കമാ അന്ന സിറ യാസീൻ ഫി ആഖിരിഹ. സൂറത്ത് യാസീന്റെ രഹസ്യം ഇരിക്കുന്നത് അതിന്റെ അവസാന ഭാഗത്ത് എന്ന പോലെ. ആ രണ്ട് രഹസ്യങ്ങൾ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ എന്നതോ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ബിയദിഹി മലകൂതു ബിയദിഹിൽ മുൽക്കു. ഇത് രണ്ടുമാണ് രഹസ്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ രഹസ്യത്തിലേക്ക് ഒന്ന് പതുക്കെ ഇറങ്ങാം. സൂറത്തുൽ മുൽക്കിലൂടെ ആവട്ടെ, സൂറത്തുൽ മുൽക്കിന്റെ സന്ദേശം, ആ രഹസ്യം പറയലാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ആദ്യത്തെ രണ്ടായത്താണ് സൂറത്തുൽ മുൽക്കിന്റെ. ഈ രണ്ടായത്തിലൂടെ അള്ളാഹു അവതരിപ്പിച്ചത് പ്രധാനമായും 4 പദങ്ങളാണ്, 4 വാക്കുകളാണ്. അഹ്സൻ, ബലാ, ഹയാത്ത്, മൗത്ത്. ഏറ്റവും നല്ലവനാര്? അള്ളാഹുവിന്റെ പരീക്ഷണം, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ മരണം. ഈ 4 കാര്യങ്ങളൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തലാണ് ഒരു ജീവിതത്തിന്റെ നിമിത്തം, ഒരു ജീവിതത്തിന്റെ ആവശ്യം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. തബാറക്കല്ലദീ, ഒരു തമ്പുരാൻ പരിശുദ്ധനാണ്, മഹാനാണ്. ആ തമ്പുരാൻ നമുക്ക് കരുണ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ബിയദിഹിൽ മുൽക്കു, സർവ അധികാരങ്ങളും അവന്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ നമ്മോട് കരുണ ചെയ്യട്ടെ. അള്ളാഹു നമ്മോട് കരുണ ചെയ്യട്ടെ. എല്ലാത്തിനും കഴിവുള്ള തമ്പുരാന്റെ കയ്യിലാണ് സർവ അധികാരങ്ങളും ഇരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും രഹസ്യവും ഈ ആയത്താണ്. ഇനി ആ തമ്പുരാന്റെ പ്രത്യേകത എന്താ? ഈ ആയത്തിനോട് തുടർന്ന് അതിന്റെ ഭാഗമാണ്, ബാക്കിയാണ്, അതിന്റെ തുടർച്ചയാണ് രണ്ടാമത്തെ ആയത്ത്. ആ രണ്ടാമത്തെ ആയത്തും ഒന്നാമത്തെ ആയത്തും കൂടിയിട്ട് സൂറത്തുൽ മുൽക്കിന്റെ മെസ്സേജായി നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് തരട്ടെ. ആ തമ്പുരാൻ ആരാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണം പടച്ചത്, അവനാണ് ജീവിതത്തെയും പടച്ചത്. മരണം എന്നത് ആപേക്ഷികമാണ്. റൂഹിന്റെ സഞ്ചാരം, ശരീരത്തിൽ നിന്നും ഇറങ്ങി പരലോകത്തേക്ക് പോകാനുള്ള റൂഹിന്റെ താൽക്കാലിക മാറ്റത്തെയാണ് നമ്മൾ മരണം എന്ന് പറയുക. അതായത് റൂഹില്ലാത്ത അവസ്ഥയാണ് മരണം. മരണം എന്ന പ്രയോഗത്തിൽ റൂഹില്ലാത്ത ശരീരം എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ അള്ളാഹു മരണം എന്ന പദം, മൗത്തിനെ ഈ ആയത്തിൽ ആദ്യം പറഞ്ഞു, അതിനുശേഷമാണ് ഹയാത്ത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അടിസ്ഥാനം അങ്ങനെയായിരുന്നു. വനഫഖ്തു മിർ റൂഹി ഫഖഉ ലഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ എന്നാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവനില്ലാത്ത ശരീരത്തെ അള്ളാഹു ആദ്യം പടച്ചത്, എന്നിട്ട് അതിലേക്ക് റൂഹിനെ കൊടുക്കുക ചെയ്തത്. അപ്പൊ ബേസ് റൂഹില്ലാത്ത ശരീരമാണ്, റൂഹില്ലാത്ത അവസ്ഥയാണ് ബേസ്. അള്ളാഹു ഇവിടെ പറഞ്ഞത് ആ ബേസ് ആണ്. ആദ്യം ആ ബേസ് പറഞ്ഞു. അല്ലദീ ഖലഖൽ മൗത, റൂഹില്ലാത്ത അവസ്ഥയെ അള്ളാഹ് പടച്ചു. വൽ ഹയാത്ത, റൂഹുള്ള അവസ്ഥയെയും പടച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മരണവും ജീവിതവും, മനുഷ്യൻ ഒന്നുമല്ലാത്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്.
എപ്പോഴാ ഒന്നുമല്ലാത്ത അവസ്ഥ? അവന് റൂഹ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരവസ്ഥയുണ്ട്. ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്ത് 4-ാം മാസം മഹാനായ മലക്ക് റൂഹ് എത്തിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അവസ്ഥ മുതൽക്ക്, അതായത് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് അവൻ എത്തി 4 മാസം ആകുന്നതിന് മുമ്പുള്ള ആ അവസ്ഥ മുതൽക്ക് അവന്റെ ജീവിതം മൊത്തവും, പിന്നെ അവൻ എത്തിച്ചേരേണ്ട റൂഹ് നഷ്ടപ്പെട്ട മരണവും ഉൾപ്പെടെ ഈ കുറഞ്ഞ കാലമുണ്ടല്ലോ, ഒരു മനുഷ്യ ആയുസ്സെന്ന് ഓമന പേരിൽ വിളിക്കുന്ന ഈ സന്ദർഭം, ഈ സമയം, ഈ സാഹചര്യം, ലിയബ്ലുവക്കും, അത് അല്ലാഹ് പരീക്ഷിക്കാൻ എടുത്തിരിക്കുന്ന സമയമാണ്. എന്തിനാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല, നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണെന്ന് അല്ലാഹു മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അല്ലാഹു ആവട്ടെ വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു അസീസാണ്, അല്ലാഹു ഗഫൂറാണ്. അല്ലാഹുവിനോട് ആരും ചോദ്യം ചെയ്യൂല, അതാണ് അസീസ്. അല്ലാഹു പുറത്തു തരും, അല്ലാഹു പുറത്തു തരട്ടെ, അതാണ് ഗഫൂർ. മലക്കുകളെ ബോധ്യപ്പെടുത്തലാണ് ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്ന് മഹാനായ ഇമാം സാവി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ 1-ാം ഭാഗം 66-ാമത്തെ പേജിൽ ആ വസ്തുത, ഇവിടെ ഈ പറഞ്ഞ തഫ്സീറിന്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹു പരീക്ഷിക്കും. മലപ്പുറം ജില്ലയിലെ സുലൈമാൻ മുസ്ലിയാർ, അള്ളാഹു ഖബർ വിളിച്ചാക്കിട്ട്, അദ്ദേഹം പറഞ്ഞ പോലെ വീടിന് തീ കൊടുത്തപ്പോൾ പല പ്രഭാഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. വീടിന് തീ കൊടുത്തപ്പോ പോലീസുകാർ ചോദിച്ചു, അല്ല എന്തിനാണ് സുലൈമാൻ മുസ്ലിയാരെ നിങ്ങൾ വീടിന് തീ കൊടുത്തത്? ഇപ്പൊ പറഞ്ഞു, വീടിന് തീ കൊടുത്ത് എന്തിനാണെന്ന് ചോദിക്കല്ലേ പോലീസുകാരാ, എന്തിനാണ് വീട് വെച്ചതെന്ന് ചോദിക്ക്. അപ്പൊ ചോദിച്ചു പോലീസുകാരൻ, എന്തിനാ താങ്കൾ വീട് വെച്ചത്? തീ കൊടുക്കാൻ. അള്ളാഹു എന്തിനാ നമ്മളെ പടച്ചത്? പരീക്ഷിക്കാൻ. അപ്പൊ പരീക്ഷണം ഉണ്ട് എന്ന ബോധം മനുഷ്യനിൽ ഉണ്ടാവുകയും ആ ബോധത്തെ മറികടക്കാൻ ഇത് അല്ലാഹ് തന്നതാണ് എന്ന തോന്നലുണ്ടാവണം. ഇതാണ് സൂറത്തുൽ മുൽക്കിന്റെ സന്ദേശം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരീക്ഷണമുണ്ട്. ഹബീബിനോട് സ്വഹാബി ചോദിച്ചല്ലോ, അയ്യുന്നാസി അശദ്ദു ബലാഅ, നബിയെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണമുള്ളത് ആർക്കാണ്? ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് മറുപടി കൊടുത്തു, അൽ-അംബിയാ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണമുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ അംബിയാക്കൾക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരോളം വരുന്നവർ, അവരോട് ചേർന്ന് വരുന്നവർ, അവർക്കാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ, ഹാക്കിം ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുബ്തലന്നാസു അലാ ഹസ്ബി ദീനിഹിം, ദീന് ഉണ്ടെങ്കിൽ പരീക്ഷണമുണ്ട്. ദീനിന്റെ കണക്ക് പോലെ, തോതുപോലെയാ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണവും മനുഷ്യനിൽ വരാം. ഫമൻ സഖുന ദീനുഹു ഇസ്തദ്ദ ബലാഉഹു വമൻ ലഉഫ ദീനുഹു ലഉഫ ബലാഉഹു. ദീനീ ബോധം കൂടുതലുള്ളവന് അള്ളാഹു പരീക്ഷണം കൂടുതൽ കൊടുക്കും. അള്ളാഹു ദീനീ ബോധം നമുക്ക് കൂടുതൽ തരട്ടെ. റബ്ബിന്റെ പരീക്ഷണത്തിൽ ജയിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. വമൻ ലഉഫ ദീനുഹു ലഉഫ ബലാഉഹു, ഒരാളുടെ ദീനീ ബോധം ദുർബലമാണ് എങ്കിൽ അവന് നേരിടേണ്ടി വരുന്ന പരീക്ഷണവും ലളിതമാണെന്ന് മുഹമ്മദ് റസൂൽ. വഇന്ന റജുല ലയുസീബുഹുൽ ബലാഉ ഹത്താ യംശിയ ഫിന്നാസി മാ അലൈഹി ഖതിആ, ഒരാൾക്ക് ജീവിതം മുഴുവനും പരീക്ഷണമാണ് എങ്കിൽ ഭൂമിയിലൂടെ അവൻ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ യാതൊരുവിധ പാപവുമില്ലാത്തവൻ ആരെന്ന് ചോദിച്ചാൽ അവനാണ് എന്ന് പറയാൻ പറ്റും വിധം അള്ളാഹു അവനെ ശുദ്ധിയാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ സുനനിലെ ഹദീസ് പറയുന്നുണ്ട്, ഹാക്കിം മുസ്തദറക്കിലെ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ പരീക്ഷിക്കും അള്ളാഹു. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു 5 തരത്തിൽ പരീക്ഷിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും. കണ്ടോ, ഈ ആയത്ത് തുടങ്ങുന്നത് വലനബ്ലുവന്നകും. സൂറത്തുൽ മുൽക്കിൽ എന്താ പറഞ്ഞത്? ലിയബ്ലുവക്കും. ഇവിടെ പറഞ്ഞു വലനബ്ലുവന്നകും. രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, രണ്ടും ഒരു പ്രയോഗം തന്നെയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്
والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സൂറത്തുൽ ബഖറ 155, 156, 157 ആയത്തുകൾ. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. ബിശൈഇൻ, ഒരൽപ്പം. അള്ളാഹുവിൽ നിന്നും വലുതൊന്നും താങ്ങാൻ നിനക്ക് കഴിയൂലട മനുഷ്യ. ഒരൽപ്പം. മിനൽ ഖൗഫി, ഒരു പേടി തരും. പടച്ചോൻ എന്താവല്ല, ഒരു ഉൾഭയമുണ്ട്. അത് അവനവന്റെ മക്കളെ കുറിച്ചാണ് ആ പേടിയുള്ളത്, സമ്പത്തിനെ കുറിച്ചാണ്, കച്ചവടത്തെ കുറിച്ചാണ്. ഒരു പേടി ഇല്ലാത്ത അവസ്ഥ മനുഷ്യനില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവും. പിന്നെ ഉള്ളത് വിശപ്പാണ്, പട്ടിണിയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കും. പിന്നെ ഉള്ളത് സാമ്പത്തിക കുറവാണ്, സാമ്പത്തികം കൂടുതലാണ്. ചിലപ്പോൾ ശരീരത്തിൽ വൈകല്യങ്ങൾ തരും, രോഗങ്ങൾ തരും, അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിക്കും. അതുപോലെ സ്വന്തം കൃഷികളിൽ വരുന്ന നാശനഷ്ടങ്ങൾ എല്ലാം ഉണ്ടാവും. വബശ്ശിരി സ്വാബിരീൻ, അല്ല തന്നതാണെന്ന തോന്നലാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അല്ല തന്നു എന്ന തോന്നൽ ഉള്ളിൽ വരുന്നതിന്റെ കൂടെ ആ പ്രചോദനത്തോടെ പ്രതികരിക്കുന്നു. അറിയാതെ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒരു പരീക്ഷണം വരുമ്പോൾ ഒരു സത്യവിശ്വാസി പറഞ്ഞു പോകും അറിയാതെ. കാരണം എന്താ? പരീക്ഷണം തന്നത് അള്ളയാണെന്ന് തോന്നൽ അവന്റെ മനസ്സിലുണ്ട്. അല്ല തന്നതാണ്. പടച്ചോനെ അടങ്ങേറ്, അത് നീ തന്നതാണല്ലോ. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്കാ ഞങ്ങളെ മടക്ക. ഈ അർത്ഥത്തിൽ അവൻ ഈ ദിക്ർ ചൊല്ലും എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ ഏത് പരീക്ഷണം വന്നാലും ഇത് അള്ളാഹ് തന്നതാണെന്ന തോന്നൽ ഉള്ളതിന്റെ കൂടെ ഈ ദിക്ർ, ഇസ്തിർജാഇന്റെ ഈ ദിക്ർ ചൊല്ലുന്ന ശീലം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ നേട്ടാണ് ഈ വിഷയത്തിലുള്ളത്. ഹബീബ് പഠിപ്പിച്ചു, മനിസ്തർജാ ഇൻദൽ മുസീബത്തി, ഒരു അടങ്ങേറ്, ഒരു വിഷമം വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ മനസ്സറിഞ്ഞ് പറയാ. എങ്ങനെയാ മനസ്സറിഞ്ഞത്? ഇത് നിലവിൽ അള്ളാഹ് തന്നതാണ്, പടച്ചോൻ തന്നതാണ്. ഇത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ എന്റെ അർത്ഥം? അള്ളാഹുവേ, ഞങ്ങളൊക്കെ നിന്റേതാണല്ലോ, ഇതൊക്കെ തരാൻ നിനക്ക് അവകാശമുണ്ടല്ലോ, നിനക്ക് അധികാരമുണ്ടല്ലോ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവരല്ലേ അല്ലാ, ഇത് നീ തന്നതാണല്ലോ അല്ലാ. ഈ അർത്ഥത്തിൽ ആ സമയത്ത് ദിക്ർ ഉരവിടുന്ന ആൾക്ക് അജറഹുല്ലാഹു ഫീഹാ വ അഖ്ലഫ അലൈഹി ഖൈറ, അള്ളാഹു ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് കൂലി നൽകുകയും അതോടൊപ്പം ഖൈർ പകരം നൽകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇടങ്ങേറെന്ന് പറഞ്ഞപ്പോ എന്താ ഉള്ളത്? നമുക്കൊരു തോന്നലുണ്ട് ഈ ദിക്ർ ആകെ മരിക്കുന്നത് കേൾക്കുമ്പോൾ മാത്രം പറയാനുള്ളതാണ്. അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ വഅ്ള് കേട്ടിട്ട് എന്റെ സഹോദരന്മാർ ആരെങ്കിലും ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാണ്. ഇപ്പൊ ഉദാഹരണം, ഒരു വാഴ കൊലച്ചു നിൽക്കുന്നു, അത് ഒടിഞ്ഞു താഴെ വീണു. പടച്ചോനെ എന്താ പറ്റിയത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോഴായിരിക്കും അടുക്കളയെന്ന് ഇത്ത ഓടി വരാം. താത്ത ഓടി വന്നിട്ട് ബഹളം വെക്കും, മനുഷ്യ ആരാ മരിച്ചത്? ആരും മരിച്ചില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ ഇന്നാ ലില്ലാഹി ചൊല്ലിയത്? അതാ വാഴ ഒടിഞ്ഞതുകൊണ്ട്. ഓ, എന്നെ വെറുതെ നിങ്ങൾ പേടിപ്പിച്ചല്ലോ. പെണ്ണുങ്ങളൊക്കെ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഇന്നാ ലില്ലാഹി ചൊല്ല എന്നത് മരിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മരണമായിരിക്കണം, അപ്പോഴാ ഈ ദിക്ർ ചൊല്ലാൻ പറ്റൂ എന്നാ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസ് ഉണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും അടുത്തടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വർത്താനം പറയാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലിരിക്കുന്ന വിളക്കണഞ്ഞു പോയി. ഒരു രാത്രിയില് ഐഷാബിയുടെ വീട്ടിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ പെട്ടെന്നൊരു കാറ്റടിച്ച് വീശി മുന്നിലെ വിളക്കണഞ്ഞു പോയി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം. ഹബീബായ നബി തങ്ങൾ ഉടൻ തന്നെ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം വിളക്കണഞ്ഞു പോവാ എന്നതും ഒരു മുസീബത്താണ്. സൂറത്തുൽ മുൽക്ക് പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. അള്ളാഹ് തന്നതാണ് ഈ പരീക്ഷണം. ഏത് പരീക്ഷണം? ചെറുതാണെങ്കിൽ പോലും ഒരു വിളക്കണഞ്ഞല്ലോ, ഒരു പരീക്ഷണമാണ്. അള്ളാഹു തന്ന ഈ പരീക്ഷണം, പടച്ചോനെ ഇതിൽ കൂലി വേണം. അതിനു വേണ്ടിയിട്ട് ഹബീബ് ഇന്നാ ലില്ലാഹി എന്ന ദിക്ർ ചൊല്ലി
അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, ഇന്നമാ ഹാദിഹി മിസ്ബാഹ്, നബി ഇതൊരു വിളക്കല്ലേ, ആ വിളക്ക് അണഞ്ഞതിന്റെ പേരിൽ എന്തിനാ ഇത്ര കടുപ്പമുള്ള ദിക്ർ ചൊല്ലുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കുല്ലു മാ സാഅൽ മുഅ്മിന ഫഹുവ മുസീബ. ആയിഷ, ഒരു മുഅ്മിനായ മനുഷ്യന് അനിഷ്ടകരമായി സംഭവിക്കുന്നത് എന്തും അവന്റെ ജീവിതത്തിൽ മുസീബത്താണ്. മുസീബത്തിൽ ഈ ഇസ്തിർജാഇന്റെ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു കൂലി നൽകും, അതിന് പകരം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു പകരം വേറെയും നൽകും എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്കൊരു ഹദീസ് കാണാം. ഇവിടെയൊക്കെ മറക്കരുതേ, അള്ളാഹ് തന്നതാണെന്ന് തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന പ്രവാചക പത്നിയെ തൊട്ടാണ് ഈ ഹദീസ് നിവേദനം. മഹ്ദി അവറുകൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമ എന്നവര്, അതായത് ഹബീബായ നബി തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവരെ വിവാഹം കഴിച്ചിരുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാൻ ഹബീബിൽ നിന്നും എന്ത് ഹദീസ് കേട്ടാലും വന്ന് എന്റെ അടുത്ത് പറയും. മഹദി പറയാണ്, ഒരു ദിവസം വന്നുകൊണ്ട് പറഞ്ഞു തന്നത്, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ ഫയഖൂലു മാ അമറഹുല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ اللهم اجرني في مصيبتي هذه مصيبتي واخلف لي خيرا منها الا اخلف الله له خيرا منها. അന്നത്തെ ദിവസം എന്റെ ഭർത്താവ് വന്നപ്പോ എന്നോട് പറഞ്ഞത്, ഹബീബിന്റെ ഇന്നത്തെ ക്ലാസ് ഇതായിരുന്നു പെണ്ണെ. എന്തായിരുന്നു? അനിഷ്ടകരമായ വിഷമം തോന്നുന്ന, പ്രയാസപ്പെടുന്ന ഒരു അനുഭവം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായാൽ അതൊരു മുസീബത്താണല്ലോ. മുസീബത്ത് വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, എങ്ങനെയാ മനസ്സറിയാ? അല്ലാഹുവേ, ഇത് തന്നത് നീയാണ് അല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ദിക്ർ നമ്മുടെ ശരീരത്തിന്റെ അകത്തൊരു പ്രചോദനം ഉണ്ടാക്കിയപ്പോൾ വന്ന പ്രതികരണമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, ഇത് തന്നത് നീയാണെന്ന തോന്നൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രചോദനം ഉണ്ടാക്കി, അല്ലെ? പ്രചോദനം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കും. ഒരു പാട്ട് കേൾക്കുമ്പോ അറിയാതെ താളമിടും. അത് കരുതി കൂട്ടിയതല്ല, അത് പ്ലാൻ ചെയ്ത കാര്യമല്ല. പാട്ട് കേട്ടപ്പോ അറിയാതെ താളമിട്ടു. ഈ ദുരന്തം കണ്ടപ്പോ, അഭിമുഖീകരിച്ചപ്പോ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ഇത് അള്ളാഹ് തന്നതാണെന്ന തോന്നലിലേക്ക് എത്തുമ്പോ അറിയാതെ പാട്ടിന് താളമിട്ട പോലെ ഇന്നാ ലില്ലാഹി പറഞ്ഞു പോകും. അള്ളാഹു ആ അവസ്ഥയിലേക്ക്, അള്ളാഹനെ ഉൾക്കൊള്ളാനുള്ള വിശാലത നമ്മുടെ മനസ്സിന് തരട്ടെ. അള്ളാഹു എന്നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ഇന്ന് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത്, അള്ളാഹു തരുന്ന പരീക്ഷണം അള്ളാഹ് തന്നതാണെന്ന് തോന്നലോടുകൂടെ ഉൾക്കൊണ്ട് ഇന്നാ ലില്ലാഹി ചൊല്ലുകയും അതോടൊപ്പം പടച്ചോനെ റബ്ബേ, എനിക്ക് നീ ഇതിന് ഖൈർ പകരം തരണേ എന്ന് അപ്പൊ തന്നെ ചോദിച്ചാൽ അള്ളാഹു കൂലി കൊടുക്കും. ആ സംഭവിച്ച വിഷമത്തിന് പകരം, നഷ്ടത്തിന് പകരം അതിനേക്കാളും നല്ലത് അള്ളാഹു പകരവും കൊടുക്കും. അത് ചോദിച്ചാലേ കൊടുക്കുള്ളൂ എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ചില ഷോപ്പിൽ ചെന്നിട്ട് എല്ലാം വാങ്ങിക്കഴിയുമ്പോൾ അതിന്റെ ഡിസ്കൗണ്ട് ചോദിച്ചാലേ കൊടുക്കുള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടു. ഒരു കൂപ്പൺ ആ ഷോപ്പിൽ നിന്നും എല്ലാ കസ്റ്റമർക്കും കിട്ടുന്നുണ്ട് പല വഴിക്ക്. ആ കൂപ്പണുമായി വന്നു കഴിഞ്ഞാൽ, കൂപ്പണായിട്ട് ഇങ്ങനെ വെറുതെ വന്നു നിന്നാൽ പറ്റില്ല, കൂപ്പൺ കാണിച്ചു കൊടുത്ത് പ്രത്യേകം ചോദിച്ചാൽ 10% പർച്ചേസ് ചെയ്ത സാധനത്തിന്റെ വിലയിൽ 10% ഡിസ്കൗണ്ട് അവർ കൊടുക്കും. ആ കൂപ്പൺ കാണിച്ചു കൊടുത്ത് ചോദിക്കണം. ചിലതങ്ങനെ ചോദിച്ചാലേ കിട്ടുള്ളൂ. നിലവിലൊരു വിഷമം വന്നു, ഒരു പ്രയാസം വന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ പലതും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കച്ചവടത്തിൽ നഷ്ടം വന്നു, അൽഹംദുലില്ലാഹ് പടച്ചോനെ, കച്ചവടത്തിൽ നഷ്ടമാണെങ്കിലും നീ തന്നതാണല്ലോ, ഇതിന്റെ ഖൈർ നിന്റെ കയ്യിലുള്ളത്, അതെനിക്ക് തരണോട്ടോ. ഈ നഷ്ടത്തിന്റെ പകരം ഒരു ഖൈർ അവിടെ ഉണ്ട്, അത് നീ എനിക്ക് തരൂന്ന് നിന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ച അള്ളാഹു തരും. അള്ളാഹു തരട്ടെ. അള്ളാഹുവിന്റെ കയ്യിൽ എത്രയാ ഉള്ളത്? പടച്ചറബിന്റെ കയ്യിൽ എത്രയാ ഉള്ളത്? അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഉമ്മു സലമ ബീവി പറയാണ്, അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു പകരം തരുമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ എന്റെ ഭർത്താവ് എനിക്ക് ഇത് പഠിപ്പിച്ചു തന്നത് എന്റെ മനസ്സിലുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുള്ളതാ. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഫലമ്മ മാത അബൂ സലമ, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ആ സമയത്ത് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം വന്നത് ഇത് നീ തന്നതാ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹ് തന്നതാണെന്ന തോന്നൽ ഉള്ളിൽ വരലോടുകൂടെ
ഇന്നാലില്ലാഹി ചൊല്ലിയിട്ട് പടച്ചോനെ ഇതിന്റെ ഖൈർ എനിക്ക് പകരം തരണമെന്നും കൂടി ചോദിച്ചാൽ അല്ലാഹു ആ നഷ്ടപ്പെട്ടതിന് പകരം വേറെ തരുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഏറ്റവും വലിയ നഷ്ട 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 65 വയസ്സുണ്ട്. എന്റെ ഭർത്താവ് മരണപ്പെട്ടു. വലിയ മഹാന, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയ അബൂ സലമ റളിയല്ലാഹു അൻഹു. കോടിക്കണക്കിന് സമ്പത്ത് വലിച്ചെറിഞ്ഞിട്ട് ഹിജറ പോയ വലിയ പദവി ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രശംസിച്ച് പറഞ്ഞ, അള്ളാന്റെ മാർഗത്തിൽ ഹിജറ പോയപ്പോൾ ഒരുപാട് സമ്പത്ത് വേണ്ടാന്ന് വെച്ച വലിയ ധനാഢ്യൻ പിന്നീട് വെറും മിസ്കീനായി മാറിയ മഹാന. അങ്ങനെ ദുനിയാവിനെ ഉപേക്ഷിച്ച വലിയ മഹാനായ മനുഷ്യന്റെ ഭാര്യ ഞാൻ. ബദറിൽ പങ്കെടുത്ത സ്വഹാബി. അതോടൊപ്പം നിലവിൽ ഇപ്പോൾ ഒരു യുദ്ധത്തിൽ ഷഹീദായതാണ്. ഷഹീദായ ഒരു മഹാന്റെ ഭാര്യയാണ് ഞാൻ. മാത്രവുമല്ല, ഷഹീദായത് എങ്ങനെ? ഇതിനു മുമ്പൊരു യുദ്ധത്തിന് പോയപ്പോൾ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പാണ് ഈ യുദ്ധത്തിന് പോയത്. തലേ യുദ്ധത്തിലെ മുറിവിൽ നിന്നും രക്തം വാർന്നൊലിച്ചാണ് ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഷഹീദായത്. അപ്പോൾ സാധാരണ ഷഹീദ് പോലുമല്ല. ഒരു മുറിവിൽ നിന്നും രക്തം വാർന്നൊലിച്ചാൽ മരണം വരെ സംഭവിക്കും. അത്തരത്തിൽ വലിപ്പമുള്ള ഒരു മുറിവാണ് ഇപ്പൊ നിലവിൽ ശരീരത്തിലുള്ളത്. അത്രയും വേദനയും സഹിച്ചുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ യുദ്ധത്തിന് പോയത്. അപ്പൊ ചെറിയ മരണമൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. വലിയ സ്വഹാബിയാണ്. ഈ മഹാൻ മരിച്ചപ്പോ ഇതെന്റെ ജീവിതത്തിലെ വലിയ നഷ്ടല്ലേ? ഇത്രയും വലിയ മഹാനേക്കാളും പകരം ഒരു ഖൈറ് വേറെ തരാന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഖൈറ് ഇനി എവിടെ ഉള്ളത്? എന്റെ മനസ്സ് ഒരു നിമിഷം ഇങ്ങനെ പറഞ്ഞു പോയി, പടച്ചോനെ ഇതിലും വലിയ ഖൈറൊന്നും കിട്ടാനില്ലല്ലോ. എന്നാലും നിന്റെ ഹബീബല്ലേ ഇതിന് ഖൈറ് ചോദിക്കാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഖൈറ് ചോദിച്ചു. എനിക്കറിയാം ചോദിക്കുമ്പോഴും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആണെന്ന നിലയിൽ മാത്രം ഞാൻ ചോദിച്ചു. വേറെ കിട്ടാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഖൈറ് ദുആ ചെയ്തു. അള്ളാഹുവിനോട് ഖൈറ് ചോദിച്ചു. എന്റെ വിഷമത്തിന് ഖൈറ് ചോദിച്ചു. ആ സമയം എന്റെ മനസ്സ് 1000 വട്ടം പറഞ്ഞു, ഇതിലപ്പുറം ഒരു ഖൈറ് എനിക്ക് കിട്ടാൻ വേറെ ഇല്ലെന്ന്. മനുഷ്യനാണല്ലോ, അങ്ങനെ ചിന്തിച്ചു പോയി. എന്റെ ഇദ്ദ കഴിഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഇദ്ദ കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലേക്കതാ ചുറ്റു ദൂരത്ത് നിന്നും ഞാൻ ഒരാളെ കാണുകയാ. ഒരു മനുഷ്യരൂപം നടന്നു വരുന്നു. ഞാൻ മറയുടെ പിന്നിൽ നിന്നും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന ഒരു പൊന്നുമോൻ, ഒരു സഹാബി കുട്ടിയാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഹാത്തിബ് വരാണ് റളിയല്ലാഹു അൻഹു. ഹാത്തിബ് ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. സഹാബി കുട്ടി, ആ പ്രായം കുറഞ്ഞ സഹാബി എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ ഇരിക്കുക, മറയുടെ പിന്നിലാണ് കേട്ടോ ഉള്ളത്. നീ എന്തിനു വന്നു? പറഞ്ഞു യഖ്തുബുനി, ഉമ്മ നിങ്ങൾക്ക് ഞാൻ കല്യാണാലോചനയുമായിട്ടാ വന്നത്. അപ്പൊ ഞാൻ പരിഹാസ്യ രൂപേണ ചോദിച്ചു, ഈ വൃദ്ധയായ നിലവിൽ ഒരു മോൾ എനിക്ക് ബാധ്യതയായിട്ട് ഈ വയസ്സാങ്കാലത്ത് എന്റെ കൂടെ ഉണ്ട്. എന്റെ മോൾ എനിക്കൊരു ബാധ്യതയായ എന്റെ ഈ പ്രായാധിക്യ സമയത്ത് പോലും എന്റെ കൂടെ ഉണ്ട്. ഈ അവസ്ഥയിലുള്ള എനിക്ക് ഇനി ആരോ ഒരു പുതിയാപ്പള? ഞാൻ ഒരു പരിഹാസ്യ രൂപേണ എന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കാം. വൃദ്ധയായ എന്നെ ഇനി ഒരു പുനർവിവാഹത്തിന് തയ്യാറായി വന്നിരിക്കുന്ന വിശാല മനസ്സുള്ള പുതിയ ആപ്പിളയുടെ പേര് പറയാൻ ഇരുന്നു കൊണ്ട് പറയേണ്ട പേരല്ലാതെ ഹാത്തിബ് എഴുന്നേറ്റു. ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ഉമ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് നിലവിൽ നിങ്ങൾക്കുള്ള മകൾക്ക് അള്ളാഹു നിർവാഹത നൽകാൻ വേണ്ടി ഒരു പുതിയ ജീവിതം ആ കുട്ടിക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിലും പേടിക്കണ്ട.
അപ്പോൾ കണ്ടു ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ അബൂ സലമയ്ക്ക് പകരം ഖൈർ ചോദിച്ചപ്പോൾ, ആ മരണത്തിന്റെ നൊമ്പരത്തിൽ ചോദിച്ചപ്പോൾ, ആ വിഷമം അല്ലാഹ് തന്നതാണെന്ന തോന്നലോടുകൂടെ ചോദിച്ചപ്പോൾ അള്ളാഹു വേറെ കൊടുത്തു. അതിലും ഖൈർ അന്ന് മക്കയിലും മദീനയിലും ഈ ലോകത്ത് തന്നെ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റൊരാളില്ല, അതുപോലും അള്ളാഹു കൊടുത്തു എന്ന ഒരു മെസ്സേജ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ലോകത്ത് അള്ളാഹു പരീക്ഷണങ്ങൾ വെക്കും. പരീക്ഷണത്തെ കുറിച്ചുള്ള ഒരു ബോധം നൽകലാണ് സൂറത്തുൽ മുൽക്ക് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ ഒരു മുസീബത്ത് വരുന്നത്, ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിന്റെ എത്രയോ മുമ്പേ തന്നെ നിങ്ങളുടെ കുടുംബത്തിലായാലും ശരീരത്തിലായാലും സമ്പത്തിലായാലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഈ ഭൂമിയിൽ ഒരു പരീക്ഷണം, ഒരു അടങ്ങേറ് വരുന്നുവെങ്കിൽ അത് വരുന്നതിന്റെ എത്രയോ നാളുകൾക്ക് മുന്നേ അതേക്കുറിച്ചുള്ള ഒരു രൂപരേഖ അള്ളാഹു സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ. അത് പടച്ച നേരത്തെ നിശ്ചയിച്ചതാണെന്ന് ഖുർആൻ. അള്ളാഹു നിശ്ചയിച്ചതാണ് ആ വന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാവണം. ആ ബോധം നിങ്ങൾക്കുണ്ടാവണം. എന്താ കാരണം? നിങ്ങൾക്ക് നിലവിൽ വന്ന നഷ്ടത്തിൽ നിങ്ങൾ ഒരുപാട് ഖേദിക്കണ്ട, വിഷമിക്കണ്ട. ഇത് അള്ളാഹ് നേരത്തെ തീരുമാനിച്ചതാണെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബോധം അള്ളാഹു നമുക്ക് തരട്ടെ. അതാണ് ഈമാൻ. മാത്രവുമല്ല വലാ തഫ്റഹു ബിമാ ആതാകും, അള്ളാഹ് ഇപ്പൊ തന്നതുണ്ടല്ലോ ആ അനുഗ്രഹത്തിൽ മതിമറന്നുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും വേണ്ട. ഇത് എപ്പോഴാണ് നഷ്ടപ്പെടാന്നും, ഇത് ഇത്രയേ ഉള്ളൂ എന്നും അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിനെ കുറിച്ച് അള്ളാഹ് തന്നതാണ്, സുഖായാലും ദുഃഖായാലും പടച്ചോൻ തന്നതാണെന്നൊരു ബോധം ഉണ്ടാവാ. ഈ ഭൂമിയിലെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇദാ മാത വലദുൽ അബ്ദി, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുമോന്റെ കുഞ്ഞുമോളുടെ മരണമുണ്ടാകുമ്പോൾ ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഈ ഭൂമിയിൽ ഒരു മരണം സംഭവിക്കുന്നു. ഒരു ചെറിയ കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ ആ കുടുംബം വല്ലാത്ത സങ്കടത്തിലാണ്, കുട്ടിയുടെ വാപ്പ വല്ലാത്ത വിഷമത്തിലാണ്, ഉമ്മ വിഷമത്തിലാണ്, സഹോദരങ്ങൾ വിഷമത്തിലാണ്, അയൽവാസികൾ വിഷമത്തിലാണ്. കുഞ്ഞിനെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ആ കുഞ്ഞിന്റെ കുസൃതി കണ്ട് ആസ്വദിക്കുകയും ചെയ്ത എല്ലാവരും ഈ ഭൂമിയിലെ വിഷമത്തിലാണ്. ഒരു കുഞ്ഞിന്റെ മരണമുണ്ടായി. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോന്റെ പരീക്ഷണത്തിന് മഹത്വം ഉണ്ടെങ്കിലും ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള കഴിവൊന്നും നമുക്കില്ല. അള്ളാഹു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഇതല്ലാത്ത നല്ല നല്ല വഴികൾ, എത്രയോ ധാരാളം വഴികൾ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേറെയും കൊടുക്കുന്നുണ്ട്. ആ വഴികളിലൂടെയും അമലു സാലിഹാത്തിലൂടെയും അള്ളാഹുടെ പൊരുത്തത്തിലെത്താൻ നമ്മുടെ മക്കൾക്കൊന്നും പറ്റിയിട്ടൊന്നും വേണ്ട, അത് അല്ലാതെ അള്ളാഹു തരട്ടെ. അതിനു വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹുവിന് അതൊക്കെ കഴിയുന്നതാ. ഏത് ഓപ്ഷനും എടുക്കാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കുഞ്ഞ് മരിച്ചോടത്തെ വിശേഷം അള്ളാഹു ചോദിക്കാം. അള്ളാഹുവിന് അതെല്ലാം അറിയാം. അതോടുകൂടെ തന്നെ മലക്കുകളോട് ചോദിക്കാണ്. അള്ളാഹു ചോദിക്കും, ഖബ്ലത്തും വലദ അബ്ദി, എന്റെ അടിമയുടെ പൊന്നുമോനെയാണോ പൊന്നുമോളെയാണോ നീ പിടിച്ചുകൊണ്ടുവന്നത് മലക്കേ? മലക്ക് പറയും, നഅം, അതെ, നിങ്ങൾ കൊണ്ടുവന്നത് ഖബ്ലത്തും സമറത ഫുആദിഹി, എന്റെ അടിമയുടെ മനസ്സിന്റെ സന്തോഷത്തെയാണോ കൊണ്ടുവന്നത്? അതെ റബ്ബേ. അപ്പൊ അള്ളാഹു ചോദിക്കും, ഫയഖൂലുന നഅം ഫയഖൂലു മാദാ ഖാല അബ്ദി, കുഞ്ഞു മരിച്ചു കിടക്കുമ്പോഴും എന്റെ അടിമ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയും, പടച്ച റബ്ബേ, അവർ വല്ലാത്ത സങ്കടത്തിലായി, എന്നാലും സങ്കടത്തിൽ നിന്നുകൊണ്ട് ഹമീദക, ഈ കുഞ്ഞ് മരിച്ചതിന്റെ പിന്നിലും ഒരു ഖൈറ് വരാനുണ്ട്. ആ ഖൈറ് അവിടെ പടച്ച അല്ലാഹ് നിനക്ക് സ്തുതി തമ്പുരാനെ, അൽഹംദുലില്ലാ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ, ഈ കുട്ടിയുടെ പ്രിയപ്പെട്ടവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഒരു കുട്ടി മരിച്ചോടത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ എന്താ? നല്ല കാര്യമായതുകൊണ്ടാണോ? അള്ളാഹു തന്നതാണ്, അള്ളാഹനെ ഉൾക്കൊണ്ടോടെ. അള്ളാഹു ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഖൈറ് വെച്ചിട്ടുണ്ടാകും. അള്ളാഹുവേ അൽഹംദുലില്ലാ, അത് നിനക്കേ അറിയൂ, ഞാൻ നിന്റെ ഒരു അടിമ. അള്ളാഹനെ ഉൾക്കൊള്ളലാണിത്.
അൽഹംദുലില്ലാഹ്, ഈ കുട്ടി മരിച്ചതിൽ പോലും ഒരു ഖൈറുണ്ട്, നിനക്ക് സ്തുതി പറയുന്നു അല്ലാഹ്. അതോടൊപ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ ദിക്ർ മനസ്സറിഞ്ഞ് പറഞ്ഞു. അല്ലാഹ് തന്നതാ അല്ലാഹ് കൊണ്ടുപോയി എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞു. അങ്ങനെ മലക്കുകൾ ആ കുടുംബത്തിന്റെ വിശേഷം പറയുമ്പോൾ അള്ളാഹു പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന. ഇങ്ങനെ മുസീബത്ത് വന്നപ്പോ അള്ളാഹു തന്നതാണെന്ന തോന്നലിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് ഇന്നാ ലില്ലാഹി ചൊല്ലി ഖൈർ പകരം ചോദിച്ച ഈ കുടുംബത്തിന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുകയും സ്തുതിയുടെ വീട് ബൈത്തുൽ ഹംദ് എന്ന് അതിന് പേര് വെക്കുകയും ചെയ്യണേ മലായിക എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഹദീസാണ്, ഇതൊക്കെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയും, ഇതൊരു അത്ഭുതമാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞു മരിച്ചു കിടക്കുമ്പോഴും ഹംദ് പറയാൻ കഴിയാ എന്നത് ഒരു അത്ഭുതമാണ്. അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ അവസ്ഥ വല്ലാത്ത അത്ഭുതമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അംറഹു കുല്ലഹു ഖൈർ, മുഅ്മിനിന്റെ എല്ലാ കാര്യങ്ങളും ഖൈറാണ്. അത് നന്മ വന്നാലും അവന് ഖൈറാണ്, അവനൊരു വിഷമം വന്നാലും ഖൈറാണ്. ഇനി അസാബത്തുഹു സറാഉ ശക്ര, നന്മ വന്നു കഴിഞ്ഞാൽ അവൻ അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും അവനത് ഖൈറായി വരികയും, അവനൊരു വിഷമം വന്നെങ്കിലും അവൻ ക്ഷമിക്കുകയും പടച്ചോനെ അത് ഏൽപ്പിക്കുകയും ചെയ്യും. രണ്ടും അവന് ഖൈറാണെന്ന് സ്വഹീഹ് മുസ്ലിം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അർത്ഥത്തിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്, ഞാനൊന്നുകൂടി പറയാം. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിക്കാം. ഉമ്മു സുലൈമിൽ ഉണ്ടായിട്ടുള്ള മകൻ, അബൂ ത്വൽഹയ്ക്ക് ഉമ്മു സുലൈം എന്ന് പറയുന്ന മഹ്ദി അവരുകളിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു മകൻ. ആ മകൻ മരിച്ചു. ഇദ്ദേഹം യാത്രയിലാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ റിവായത്തുകളും ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മു സുലൈമിന്റെ മകൻ മരിച്ചു. അബൂ ത്വൽഹയിൽ ഉമ്മു സുലൈമിനുണ്ടായ മകൻ മരിച്ചു. ഉമ്മു സുലൈം വലിയ മഹദിയാണ്, നല്ല പണ്ഡിതയായ സ്വഹാബി വനിതയാണ്. എല്ലാവരോടും മഹദി അവர்கள் പറഞ്ഞു, ലാ തുഹദ്ദിസു അബാ തുൽഹത ബിബ്നിഹി ഹത്താ അകൂന അന ഉഹദ്ദിസുഹു. കുട്ടിയുടെ വാപ്പ വരുമ്പോ നിങ്ങൾ ആരും കുട്ടി മരിച്ച കാര്യം പറയണ്ട, ഞാൻ ആദ്യം പറഞ്ഞോളാം. അങ്ങനെ മഹാനവറുകൾ വന്നപ്പോൾ അത്താഴ ഭക്ഷണം കൊടുത്തു. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങാത്ത പോലെ അന്ന് ചമഞ്ഞൊരുങ്ങി ഭർത്താവിന്റെ ശരീരത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുത്തു. എല്ലാം കൊണ്ടും ഭർത്താവ് തൃപ്തനായി എന്ന് കണ്ടപ്പോ മഹദി അവറുകൾ ഭർത്താവിനോട് ചോദിച്ചു, ഒരു കുടുംബം അടുത്ത കുടുംബക്കാർക്ക് കുറച്ച് സാധനങ്ങൾ വായ്പ കൊടുത്തു. ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ചു തരാൻ വേണ്ടിട്ട് ഇവർ ആവശ്യപ്പെട്ട വായ്പക്ക് കൊണ്ടുപോയ ആൾക്കാർ തരൂലാന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റുമോ? അത് ന്യായമാണോ? ഇല്ലില്ല, വായ്പ വാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കണം അതിന്റെ ഉടമസ്ഥന്. തടഞ്ഞു വെക്കേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ ആവശ്യത്തിന് തൽക്കാലം ഉപയോഗിക്കാൻ എടുത്തത് ആവശ്യം കഴിയുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം. അത് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കൊടുക്കണം. എന്നാൽ അള്ളാഹു നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് തന്നത് ഇതുപോലെ ഒരു പണയ വസ്തുവായിട്ട, ഒരു വായ്പ വസ്തുവായിട്ട് ഇമാം മുഹമ്മദിന്റെ റിവായത്തിൽ കാണാം, അല്ലാഹ് തന്ന വായ്പ സാധനമാണ് നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അത് അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി, നമ്മുടെ ആവശ്യം കഴിഞ്ഞു കൊണ്ടുപോയി. നമുക്ക് അത്ര ഉപയോഗിക്കാൻ അവൻ തന്നിട്ടുള്ളൂ. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ ഭാഷയാണത്. അള്ളാഹ് തന്ന വായ്പ വസ്തുവിനെ അള്ളാഹു തിരിച്ചു വാങ്ങി. ഇത് കേട്ട അബൂ ത്വൽഹ തല്ലാൻ പോയില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശിഷ്യനാ, സൂറത്തുൽ മുൽക്കിന്റെ മെസ്സേജ് പഠിച്ച മഹാനാ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, മഹാനവറുകൾ അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലി. ഏത് ദിക്റ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്റ് മനസ്സറിഞ്ഞങ്ങ് ചൊല്ലി. എന്റെ മോനെ, അള്ളാഹുവേ നീ തന്നതാ, നിനക്ക് തിരിച്ചെടുക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ദിക്ർ ചൊല്ലിയതിന്റെ കൂടെ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, വഹമിദല്ലാഹ, പടച്ചോനെ അൽഹംദുലില്ലാ പറഞ്ഞു, സ്തുതി പറഞ്ഞു. എന്നിട്ടാണ് ഭാര്യയോട് ഈർഷ്യത മനസ്സിൽ വെച്ചത്. മോൻ മരിച്ചപ്പോഴും ഹംദ് പറഞ്ഞു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. പടച്ചോനോട് ഖൈർ ചോദിച്ചു, അല്ലാഹുവേ ഖൈർ ഉണ്ടാവൂലോ, തരണം. ആ കുഞ്ഞ് മരിച്ചതിൽ ഖൈർ ചോദിച്ചു. ഫലമ്മാ അസ്ബഹ, സുബ്ഹിക്ക് തന്നെ ആ രാത്രി എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു.
സുബഹിക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി കാലത്തെ തന്നെ എത്തി. ദൂരേന്ന് അബൂ തൽഹയെ കണ്ടപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റആഹു, ദൂരേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയെ കണ്ടപ്പോൾ ഖാല, അവിടുന്ന് പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ, ഇന്നലെ രാത്രി നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടതിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. ചരിത്രം പറയാണ്, ആ ശാരീരിക വേഴ്ചയിൽ മഹാനവറുകൾക്ക് ഉമ്മു സുലൈമിൽ ആ ശാരീരിക ബന്ധപ്പെടലിൽ ഒരു കുട്ടി ഗർഭവതിയാവാൻ ഉമ്മു സുലൈമിന് ഭാഗ്യം കിട്ടി. ആ കുട്ടി ജനിച്ചു. കുട്ടിയുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു അബീ ത്വൽഹ എന്ന മഹാനായ സ്വഹാബിയാണ് ആ കുട്ടി. ഉമ്മു സുലൈം ഈ കുട്ടിക്ക് ആരെക്കൊണ്ടും മധുരം കുടിപ്പിക്കൂല. ഉമ്മു സുലൈം കുട്ടിയെ പുന്നാരിച്ചു. ഈ കുട്ടിയെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആറുന്നുണ്ടായ കുട്ടിയാണ്. അവിടുന്ന് തന്നെ അപ്പോ ആദ്യം മരിച്ച കുട്ടി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് ഉണ്ടായ കുട്ടിയല്ല. ഈ കുട്ടി അങ്ങനെ ഉണ്ടായ കുട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടിയെക്കാളും ഖൈർ ഈ കുട്ടിയാണ്. അള്ളാഹു ഖൈർ പകരം കൊടുത്തു. ആരെക്കൊണ്ടും മധുരം കുടിപ്പിച്ചില്ല, അള്ളാന്റെ ഹബീബ് തന്നെ മധുരം കൊടുക്കട്ടെ. ഉമ്മു സുലൈം തീരുമാനിച്ചു. ഉമ്മു സുലൈമിന് മറ്റൊരാളിൽ ഉണ്ടായിട്ടുള്ള മാലിക് എന്നവരിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മോനുണ്ട്. അബൂ തൽഹ രണ്ടാം വിവാഹമാണ്. ഉമ്മു സുലൈമിന് മാലിക് എന്നവരിൽ ഒരു മോനുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഈ മോനെ അങ്ങ് കൊടുത്തു. നബിയെ എടുത്തോ എന്ന് പറഞ്ഞു ഉമ്മ അങ്ങ് കൊടുത്തതാണ്. ആ ഉമ്മയാണ് ഈ ഉമ്മ, ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മൂത്ത മോൻ. അബൂ തൽഹയിലുള്ള കുട്ടിയല്ല, മാലിക് എന്നവർ ആദ്യം വിവാഹം കഴിച്ചിട്ടുള്ള കുട്ടിയാണ് ഉമ്മു സുലൈമിന്റെ മൂത്ത മോൻ. ആ മോന്റെ പേരാണ് അനസ് റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി, പണ്ഡിതനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു എന്ന ഈ മൂത്ത കുട്ടിയെ ഈ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ചെറിയ കുട്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഹമൽതുഹു ഗുദവതൻ, ഒരു ദിവസം രാവിലെ തന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ ത്വൽഹ എന്ന എൻ്റെ അനിയൻ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നബിയെ ഖാല യാ റസൂലല്ലാഹ് സമ്മി ഖാലഹു അബ്ദുല്ലാഹ്, നബിയെ ഈ പൊന്നുമോൻ അങ്ങ് പേര് വെക്ക്, ഈ പൊന്നുമോൻ അങ്ങ് മധുരം കൊടുക്ക്. ഒരു അജ്വ കൊണ്ട് മധുരം കൊടുക്കുകയും അതോടൊപ്പം ഈ കുട്ടിക്ക് അബ്ദുല്ലാഹ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വെക്കുകയും ചെയ്തു. റസൂലുള്ളാഹി ദുആറുണ്ടായ കുട്ടി, റസൂലുള്ളാഹി മധുരം കൊടുത്ത കുട്ടി, റസൂലുള്ളാഹി പേര് വിളിച്ച കുട്ടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ കുട്ടിക്ക് പകരം ഖൈർ ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത ഖൈർ ഇതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയും വലിയ ഒരു ഗൗരവമുള്ള ഒരു കാര്യമാണ് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്ത് നമുക്ക് തരുന്ന സന്ദേശം. സൂറത്തുൽ മുൽക്കിന്റെ സന്ദേശം ഇത്രയും വലിയ ഗൗരവമാണ് ആ ഒരൊറ്റ ആയത്തിൽ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ആയത്തുകൾ തരുന്ന സന്ദേശം വലിയ വലിപ്പമുള്ള സന്ദേശമാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ ഭാഗ്യത്തിലേക്ക് നമുക്ക് എത്തണം. പരീക്ഷണങ്ങൾ ജീവിതത്തിലെമ്പാടും ഉണ്ടാവും. ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭവനം ഏതാണ്? സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭവനം. അള്ളാഹുവിന് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭവനം കിട്ടുന്ന ആളുകൾക്ക് 3 ഗുണങ്ങളുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബിയുടെ ഉദ്ധരണി പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭവനം, അത് ലഭിക്കുന്ന ആളുകൾക്ക് 3 ഗുണങ്ങളുണ്ട്. മൂസാ നബിയോട് അള്ളാഹു പറയാണ്, എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭവനം ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഹദീറത്തുൽ ഖുദ്സ്. അള്ളാഹുവോട് മൂസാ നബി ചോദിക്കുന്നുണ്ട്, ആർക്കാണ് റബ്ബേ നീ ഹദീറത്തുൽ ഖുദ്സ് കൊടുക്ക? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നു, 3 ഗുണങ്ങൾ ഉള്ളവർക്കാണ് ഞാനത് കൊടുക്ക. ഒന്നാമത്തേത്, ഒരു മുസീബത്ത് വരുമ്പോൾ അത് അല്ലാഹ് തന്നതാണെന്നോർത്ത് അതിൽ ക്ഷമിച്ചു കഴിയുന്ന ആളുകൾക്ക്. മുസീബത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണം വന്നെത്തി കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഗുണം, ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവർ. മൂന്നാമത്തെ ഗുണം, നേരത്തെ പറഞ്ഞ മുസീബത്ത് വന്നോടത്ത് അള്ളാഹുവിന്റെ ദിക്ർ, ഇന്നാലില്ലാഹി എന്ന ദിക്ർ ചൊല്ലിയിട്ട് വന്ന മുസീബത്തിന് ഖൈർ പകരം ചോദിക്കുന്നു. 3 ഗുണങ്ങൾ. ഒന്ന്, മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത്, അനുഗ്രഹമാണ് വരുന്നതെങ്കിൽ അനുഗ്രഹത്തിൽ നന്ദി ചെയ്യും. മൂന്നാമത്തെ ഗുണം, നിലവിൽ വന്നിരിക്കുന്ന മുസീബത്ത് അള്ളാഹ് തന്നതാണെന്ന തോന്നലിൽ
ഇന്നാലില്ലാഹി ചൊല്ലുകയും അതിന് പകരം ഖൈർ തരണേ എന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ, ഈ 3 ഗുണമുള്ള ആളുകൾക്ക് ഹദീറത്തുൽ ഖുദ്സ് എന്ന സ്വർഗത്തിന്റെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ 3 ഗുണമുള്ള ആൾക്കാണ് അള്ളാഹു നൽകുക എന്ന് മൂസാ നബിയോട് പറഞ്ഞു. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, ഹദീറത്തുൽ ഖുദ്സ് റബ്ബിന്റെ ഔദാര്യമായി അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് തരട്ടെ, നമ്മുടെ അമലിൽ അള്ളാഹു എല്ലാ നിലക്കുമുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു.